ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയും തോരൻ പരിപ്പും പ്രധാനമായിട്ട് എടുത്ത് നല്ലൊരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഈ കറി തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഇപ്പോൾ കൂടാതെ ചക്കക്കുരുവും തോരൻ പരിപ്പും മാങ്ങയും കൂടാതെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചക്കക്കുരു, 1/2 കപ്പ് തോരൻ പരിപ്പ്, 1 കപ്പ് മാങ്ങ. അത് അധികം പഴുക്കാത്ത പുളിയുള്ള മാങ്ങയാണ്. നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ എടുക്കുന്ന പരുവം. പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, പച്ചമുളക്, തക്കാളി. അപ്പോൾ ഈ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി ഇത്രയും സാധനങ്ങളാണ് ഇതിന് മസ്റ്റായിട്ട് വേണ്ടത്. ഇത് കഴുകിയ ഒരു കുക്കറിലോട്ടാക്കാം. കുക്കറിലേക്ക് ഇത് തോരൻ പരിപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. മാങ്ങ ഇട്ട് കൊടുക്കാം, ചക്കക്കുരു ഇട്ട് കൊടുക്കാം, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനി അടച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിക്കാം. ഇപ്പോൾ നല്ലൊരു ഒഴിച്ചുകറിയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ സ്റ്റവ് തുറന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കറിക്ക് നല്ലതുപോലെ വേവണം. ഇനി ഇവിടെ എടുത്ത അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഇല്ലാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഒഴിച്ചു കറിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കറി നല്ലതുപോലെ അരപ്പിട്ടതിന് ശേഷം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കടുക് വറുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ കടുക് വറുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയായൊരു കറിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും തയ്യാറാക്കാം. ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ വെണ്ടയ്ക്ക ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇട്ടില്ലേലും ഒന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം. മാങ്ങ ഇച്ചിരൂടെ പുളിയുള്ളത് എടുക്കണം. ഇച്ചിരൂടെ വിളവ് കൂടുന്നത്, വിളവ് കുറഞ്ഞത്. വിളയേം വേണം, വലിയ മധുരം ആകുകയും ചെയ്യരുത്. ആ പരുവത്തിലുള്ള മാങ്ങ എടുക്കണം. വളരെ ടേസ്റ്റിയായൊരു കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കുക്കറിൽ നോക്കിയിട്ട് അരപ്പിൽ വെള്ളം ചേർത്ത് കടുവറുത്ത് ഒഴിക്കാം. ഒരു പ്രാവശ്യം ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ ഉണ്ടാക്കാനൊന്നും ആരും മെനക്കെടില്ല. ഈ കറിയേ ഉണ്ടാക്കും. വെറുതെ കളയുന്ന ചക്കക്കുരു കൊണ്ട് എന്ത് ടേസ്റ്റിയായൊരു കറിയാണ് ഇതെന്ന് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റും. എപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.